ഹായ് ഫ്രണ്ട്സ്, എന്നെപ്പോലെയുള്ള സാധാരണ വീട്ടമ്മമാർ അടുക്കളയ്ക്ക് ആവശ്യമുള്ളത് വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കും. അവരുടെ ആഗ്രഹങ്ങളെ കൂട്ടി വെച്ചൊരു ലിസ്റ്റാകുമ്പോൾ ഒരു ദിവസം ഷോപ്പിങ്ങിന് ഇറങ്ങാം. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ ആർക്കും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ ഓൺലൈൻ ഷോപ്പിലോട്ട് മാറി. അപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ വാങ്ങിച്ചതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് മസാല ഡപ്പയാണ്. 12 പീസുള്ള ഒരു സെറ്റായിട്ടാണ് വരുന്നത്. 175 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. സ്റ്റീലിൻ്റെ ബോഡിയാണ്. മൂടിയിൽ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്താ ഇട്ട് വെച്ചിരിക്കണമെന്ന് ഇതിൽ കൂടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ചെറിയൊരു സ്പൂണുണ്ട് കേട്ടോ. ടീസ്പൂണൊന്നും പറയാൻ പറ്റില്ല, അതിൽക്കും ചെറിയൊരു സ്പൂണാണ്. നല്ല സാധനമാണ് കേട്ടോ. നന്നായിട്ട് അടച്ചു വെച്ചാൽ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ 50 ഗ്രാം 100 ഗ്രാം വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അതായത് കടുക്, ജീരകം, വെന്തയം, അതുപോലെ സാമ്പാർ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡപ്പ വാങ്ങിച്ചിരിക്കുന്നത്. 899 രൂപയാണ് ഇതിൻ്റെ വില പറയുന്നത്. നമുക്ക് റിട്ടേണബിൾ ഇതുണ്ട്, ഒരാഴ്ചക്കകത്ത് നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നല്ല സാധനമാണ് കേട്ടോ. അടുത്ത 750 ml ഉള്ള ഒരു 8 കണ്ടെയ്നറാണ്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ മൂടി നല്ല മൂടിയാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഇത് പൊക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും ഇതിൻ്റെ ഒരു പിടുത്തമുണ്ട്. പിടുത്തിട്ട് നമ്മൾ വലിക്കുകയാണെങ്കിൽ ഇത് എളുപ്പമായിട്ട് തന്നെ തുറന്നു കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ മൂടി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മൂടിയാണ്. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ അതിൽ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കണം. അതിൻ്റെ ബാക്കി ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡപ്പ വാങ്ങിച്ചു. പക്ഷെ നമുക്ക് സ്നാക്സ് ഇട്ട് വെക്കാനും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൻ്റെ വില വരുന്നത് 213 രൂപയാണ്. പക്ഷെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി 255 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. ഇനി അടുത്തത് 3 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഡപ്പയാണ്. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. 379 രൂപയാണ് വില. നമുക്ക് അരിയോ ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് വെക്കാവുന്നതാണ്. ഇതിന് മൂടിയുണ്ട് കേട്ടോ, എല്ലാത്തിനും മൂടിയുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ സ്ട്രെയിനർ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് വാർത്ത് വെക്കുക, അരി വാർത്ത് വെക്കുക, അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കോരി വെച്ച് എണ്ണയൊക്കെ വാർന്നു പോകും. അതുപോലെ പയറ് വർഗ്ഗങ്ങളും മുളപ്പിക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇത് മെറ്റൽ സ്ക്രബ്ബറിൻ്റെ ഷീറ്റാട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ കുറേ കഴിയുമ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞു വരും. അതേപോലെ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇതാണെങ്കിൽ ഇത് മടക്കി വെച്ച് ഉപയോഗിക്കാൻ ഈസിയാണ്. അതേപോലെ തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ താഴെ കാണിച്ച് ഇതുപോലെ കഴുകിയെടുത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. 10 പീസായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബ്രഷ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിക്സി ജാറിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ കുക്കറിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ വൃത്തിയായിട്ട് നമുക്ക് കഴുകാൻ വേണ്ടി ഒരു ബ്രഷും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ബാസ്ക്കറ്റാണ്. 4 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് പറഞ്ഞാൽ കുറച്ച് പഴയ ഫ്രിഡ്ജാണ്. അതിൻ്റെ വെജിറ്റബിൾ ബോക്സൊക്കെ പൊട്ടിയിട്ട് കുറേ ആയി. അപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എല്ലാ പച്ചക്കറിയും കൂടെ ഒന്നിച്ച് അതിലേക്ക് എടുത്ത് വെക്കാനായിരുന്നു ചെയ്തിരുന്നത്. ഇതാവുമ്പോൾ നമുക്ക് അതത് സാധനങ്ങൾ സെപ്പറേറ്റ് ട്രേയിലാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ പാത്രം കഴുകി വെക്കണം ബാസ്ക്കറ്റിൻ്റെ താഴെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. അപ്പം നമുക്ക് താഴെ ട്രേയോട് കൂടിയുള്ള ഒരു ബാസ്ക്കറ്റൊക്കെ കിട്ടും. പക്ഷെ എൻ്റെ ബാസ്ക്കറ്റ് നല്ല ബാസ്ക്കറ്റാണ്. അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട പറഞ്ഞിട്ട് ഞാൻ ട്രേ മാത്രമായിട്ട് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ പാത്രം കഴുകി വെക്കണം ബാസ്ക്കറ്റിൻ്റെ താഴെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. അപ്പം നമുക്ക് താഴെ ട്രേയോട് കൂടിയുള്ള ഒരു ബാസ്ക്കറ്റൊക്കെ കിട്ടും. പക്ഷെ എൻ്റെ ബാസ്ക്കറ്റ് നല്ല ബാസ്ക്കറ്റാണ്. അത് വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട പറഞ്ഞിട്ട് ഞാൻ ട്രേ മാത്രമായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തത് മെഷർമെൻറ്റ് ഗ്ലാസ് ആണ് കേട്ടോ. 2 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. 2.5 കപ്പാണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അത് പുറത്തേക്ക് കളയാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. അപ്പം അതിന് പകരമായിട്ട് ഞാൻ 2 ഗ്ലാസ് വാങ്ങിച്ചതാണ്. പിന്നെ വരുന്നത് ഗ്ലാസ് സ്റ്റാൻഡാണ്. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. എൻ്റെ വീട്ടിലുള്ളത് പഴയതായതുകൊണ്ട് ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഈ ടിഷ്യൂ പേപ്പറിൻ്റെ പ്രത്യേകത പറയുന്നത് നമുക്ക് റീയൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് അലക്കുകയും ചെയ്യാം. ഉപയോഗിച്ച് കഴിഞ്ഞ് അലക്കി വീണ്ടും ഉപയോഗിക്കാം. കുട്ടികളുടെ നാപ്കിൻ്റെ തുണീൻ്റെ ടൈപ്പിലാണ് വരുന്നത്. ഇതെവിടെ ഇങ്ങനെ പിടിച്ചു വലിച്ചത് ഒരു പീസായിട്ട് പോരും കേട്ടോ. കണ്ടോ, ഒരു പീസായിട്ട് പോരും. അപ്പോൾ നമുക്ക് കഴുകിയ പാത്രങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് അടുപ്പ്, ടൈൽസൊക്കെ തുടയ്ക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ വരുന്നത് ലെമൺ സ്ക്വീസറാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് 900 ml കപ്പാസിറ്റിയുള്ള 6 പീസ് വരുന്ന ഒരു സെറ്റാട്ടോ. ഇത് നമുക്ക് പയറ്, പരിപ്പ്, റവ പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് നല്ലൊരു സ്നാക്ക് ബോക്സ് ആയിട്ട് ഉപയോഗിക്കുക. കാരണം ഇത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടിയാണ്. ഇത് കണ്ടോ, നല്ല റബ്ബർ ട്യൂബ് ഒക്കെ ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കണം മൂടിയാണ്. അതുകൊണ്ട് നമുക്കിത് സ്നാക്ക് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു ചെറിയ ബോക്സ് സെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 5 പീസ് വരുന്ന ഒരു സെറ്റായിട്ടാണ് വരുന്നത്. 5 കളറാണ്. ഇത് മൾട്ടിപർപ്പസ് യൂസ് ആണ്. നമുക്ക് ഫ്രിഡ്ജിൽ പച്ചക്കറി എടുത്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് വെക്കാം. ഈ കിച്ചണിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ലൈറ്റർ, കുക്കറിൻ്റെ വെയിറ്റ് അതെല്ലാം ആയിട്ട് എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ സ്പൂണായിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുക. ഇനി സിങ്കിൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ്, അതുപോലെ തന്നെ സിങ്ക് കഴുകണ ബ്രഷ്, ആ സ്ക്രോച്ച് ബ്രേക്ക് വെക്കണ സ്റ്റാൻഡ് ഇതായിട്ട് യൂസ് ചെയ്യുക. റൂമിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അവിടെ ചീപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കാം. ബാത്റൂമിലാണെങ്കിൽ നമ്മുടെ ബാത്റൂം കഴുകുന്ന ലിക്വിഡ്, അതുപോലെ തന്നെ ബാത്റൂമിലുള്ള വാഷ് ഐസും കഴുകാനുള്ള ബ്രഷ്, സോപ്പ്, ഇത് സ്റ്റാൻഡായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് പൊട്ടറ്റോ സ്മാഷറാണ് കേട്ടോ. ഇതുവരെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഈ നമ്മൾ പൊടിക്കുന്ന കല്ലിൻ്റെ ആ ഒരു ഉരലുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഉടച്ചെടുക്കുക ചെയ്യണം. പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. അത് ഞാൻ ഡിസ്പോസ് ചെയ്തു. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഒന്ന് വാങ്ങിച്ചിരിക്കണം. പിന്നെ നമ്മുടെ വൈപ്പറാണ് കേട്ടോ. ടേബിൾ ഇത് ആക്കാനാണെങ്കിൽ ശരി, ഈ കിച്ചണിൽ സ്ലാബ് നമുക്ക് ഇങ്ങനെ നമ്മൾ പാത്രം കഴുകിയ വെള്ളമൊക്കെ കെട്ടി നിൽക്കണം, അതൊക്കെ ഇത് വൈപ്പ് ചെയ്യാനായിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് സ്ട്രെയിനറാണ്. ഇത് ഞാൻ തേങ്ങാപ്പാൽ എടുക്കാനും ഉള്ള യൂസിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ദിവസം തന്നെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിച്ചാലും അത് ഒരേ ദിവസം തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തണമെന്നില്ല, പല ദിവസങ്ങളിലായിട്ടാണ് വരിക. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന സാധനങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ ആദ്യത്തേത് ഫ്രണ്ടിലിരുന്ന ചവിട്ടിയാണ് കേട്ടോ. താഴെ റബ്ബറാണ്, മേലെ ഇങ്ങനെ നമ്മുടെ സാധാരണ ചകിരി പോലെ തോന്നുന്നെങ്കിൽ ഇത് ചകിരിയല്ല, പ്ലാസ്റ്റിക്കിൻ്റെ അല്ല, ഇതിൻ്റെ അതേ മെറ്റീരിയലിൻ്റെ എന്തോ ആണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചത് 3 എണ്ണം വരുന്ന ഒരു സെറ്റിൻ്റെ ഗ്ലാസ് ജാറാണ്. ഇത് 50 മുതൽ 100 ml വരെ കൊള്ളു കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ മൂടിയിൽ തന്നെ സ്പൂണുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം. ഇത് കൂടാതെ വേറെയും മൂടിയുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഊരിയിട്ട് മുളക് പൊടിയോ ഉപ്പ് പൊടിയോ പഞ്ചസാര എന്താ വെച്ചാൽ എടുക്കാം. അപ്പം ഞാനിത് വാങ്ങിച്ചത് ചായപ്പൊടി, പഞ്ചസാര, എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാനാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രം നമുക്ക് എടുത്താൽ മതി. ഇത് 2 പീസ് വരുന്ന ഒരു ഗ്ലാസ് സെറ്റാണ്. ഇത് സ്റ്റീലിൻ്റെ മൂടിയാണ്, നല്ല എയർ ടൈറ്റ് മൂടിയാണ് കേട്ടോ. നമുക്ക് സ്നാക്ക് ബോക്സിനൊക്കെ യൂസ് ചെയ്യാം. ഇത് വാങ്ങിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാര, ഉപ്പ്, പുളിയൊക്കെ അലിയുന്ന സാധനങ്ങളാണ്. അത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം ഞാൻ പുളി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഒന്ന് നെയ്യ് ഒഴിച്ച് വെക്കാൻ. അടുത്തത് നമ്മുടെ ഡിഷ് വാഷ് ഒഴിച്ച് വെക്കാനുള്ള ഒരു ബോക്സ് ആട്ടോ. ഈ അടപ്പ് തുറന്നിട്ട് ആവശ്യത്തിന് ലിക്വിഡും വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ കൈ കഴുകാൻ ലിക്വിഡ് എങ്ങനെയാണ് എടുക്കണം, അതുപോലെ ഇത് പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഇത് നല്ലപോലെ കഴുകി ഉണക്കി ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡിഷ് വാഷിലേക്ക് ആ ഡിഷ് വാഷിൻ്റെ ആ പാത്രം ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു നാറ്റു സ്മെല്ലൊന്നും അടുക്കളയിൽ ഉണ്ടാവില്ല. അടുക്കള നല്ല ഫ്രഷ് ആയിരിക്കും. ഈ ഒരു ബോക്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഒരു സ്ക്രോച്ച് ബ്രൈറ്റ്. പിന്നെ ഇത് 5 പീസ് വരുന്ന കിച്ചൺ ടവലാണ്. കിച്ചൺ ടവലിന് മാത്രമല്ല, നമുക്ക് എല്ലാ ആവശ്യത്തിനും ഇതെടുക്കാം. കൈ തുടയ്ക്കാൻ എടുക്കാം, നമ്മൾ കഴുകിയ പാത്രങ്ങൾ തുടയ്ക്കാൻ എടുക്കാം, അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്യാൻ എടുക്കാം, പിന്നെ ബൈക്കോ കാറോ എന്താ തുടയ്ക്കാൻ വെച്ചാൽ എടുക്കാം. പിന്നെ നല്ല വലുപ്പമുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് പൊതിഞ്ഞെടുക്കാനും ഇത് യൂസ് ചെയ്യാം. പിന്നെ 2 എണ്ണം വരുന്ന പ്ലാസ്റ്റിക് ബ്ലോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സ്നാക്സ് ഇടാൻ ഉദ്ദേശിച്ചിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. ഒന്ന് സ്നാക്സ് ഇടാം. പിന്നെ നമ്മൾ കിച്ചണിൽ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ പാത്രത്തിൽ അല്ലെങ്കിൽ ഡപ്പിലിട്ട് വരുമ്പോൾ അത് കൊള്ളാതെ ബാക്കി വരുന്ന സാധനങ്ങൾ ഇട്ട് വെക്കാൻ കൂടിയാണ് ഞാൻ 2 ബോക്സ് വാങ്ങിച്ചത്. ഇതുവരെ കാണിച്ചിട്ടുള്ള സാധനങ്ങളുടെ വിലയും ആമസോണിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ പോണത് ആമസോണിൻ്റെ വെബ്സൈറ്റിലായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. ഈ പിക്ചറിന് താഴെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒന്നാമത്തേത് എപ്പോൾ ഡെലിവറി ആവും എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിന് താഴെ
വാറൻറ്റിയുള്ള സാധനമാണെങ്കിൽ വാറൻറ്റി ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ റീപ്ലേസ് ഓപ്ഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് വീടെത്തുമ്പോൾ എന്തെങ്കിലും ഒരു പാർട്ട് മിസ്സായി, അല്ലെങ്കിൽ സാധനം ഡാമേജ് ആണ് എന്നുണ്ടെങ്കിൽ, റീപ്ലേസ് ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് കൊടുത്തു വെച്ചാൽ അവർ ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തരും. ഇനിയിപ്പോൾ ഇതേ കംപ്ലയിൻറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും സൈസ് പോരാ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് അവർ ഒരാഴ്ചക്കകം നമുക്ക് പൈസ ബാങ്കിലോട്ട് തിരിച്ചയച്ചു തരും. ഇപ്പം നമ്മൾ ഒരു സാധാരണ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അതെന്തെങ്കിലും നമുക്ക് പറ്റിയില്ല, സൈസ് പോരാ പറഞ്ഞിട്ട് നമ്മൾ ആ കടയിലേക്ക് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പൈസയായിട്ട് അവർ തിരിച്ചു തരില്ല. അതിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി വരും. ചിലപ്പോൾ അത് ആവശ്യമില്ലാത്ത സാധനമായിരിക്കും, ബില്ല് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ ആമസോൺ ഷോപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ പോളിസീൻ്റെ അവിടെ നമ്മൾ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പൈസയായിട്ട് തന്നെ അവർ തിരിച്ചയക്കും. എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.